ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ കൂടുതൽ ചർച്ചകൾ വേണ്ടെന്ന് ബിജെപി ദേശീയ നേതൃത്വം. സംസ്ഥാന അധ്യക്ഷനെ അടിയന്തരമായി മാറ്റേണ്ട സാഹചര്യം നിലവിലില്ല. കെ സുരേന്ദ്രനെതിരെ പരാതികളുണ്ടെങ്കിൽ സംഘടനാതലത്തിൽ ഉന്നയിക്കുകയാണ് വേണ്ടത്. പരസ്യ പ്രസ്താവനകൾ അച്ചടക്ക ലംഘനമായി കണക്കാക്കുമെന്നും ദേശീയ നേതൃത്വം താക്കീത് ചെയ്തു. നിലവിലെ തോൽവി ഇഴകീറി പരിശോധിക്കാതെ വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ച് പ്രവർത്തനം ശക്തമാക്കാനാണ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം. ആർ രാധാകൃഷ്ണൻ ചേരുന്നു ദില്ലിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് ആർ രാധാകൃഷ്ണൻ. കേരളത്തിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ നടക്കുന്നു. ഇപ്പോൾ ദേശീയ നേതൃത്വം കൃത്യമായ ഒരു നിലപാടെടുക്കുകയാണോ? എന്തൊക്കെയാണ് ദില്ലിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? സുജയ, ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം പാർട്ടിയുടെ സംഘടനാ രീതികൾ അറിഞ്ഞുകൂടാത്ത നേതാക്കന്മാർക്ക് അത് ഓർമ്മിപ്പിച്ച് നൽകുകയാണ് കേരളത്തിൻ്റെ കാര്യത്തിൽ ചെയ്തിരിക്കുന്നത്. ഒരു ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പേരിൽ പാർട്ടി ഏതെങ്കിലും വിധത്തിൽ സംസ്ഥാന സംഘടനാ നേതൃത്വത്തെ ഒന്നാകെ മാറ്റുകയോ അഴിച്ചുപണി ചെയ്യുകയോ ചെയ്യുന്ന പതിവില്ല. ഉപതെരഞ്ഞെടുപ്പുകളെ ആ വിധത്തിൽ പരിശോധിക്കുകയും ഏതെങ്കിലും വിധത്തിൽ മറ്റേതെങ്കിലും ആരോപണങ്ങൾ ഈ നേതൃത്വത്തിനെതിരെ ഉണ്ടായിട്ടില്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നത് പതിവല്ല. അതാണ് ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലെ പരാജയ കാരണങ്ങൾ അടക്കമുള്ളവ വളരെ ശക്തമായിട്ട് പരിശോധിക്കാനായിട്ടുള്ള സംവിധാനം സംഘടനാ തലത്തിലുണ്ട്. ആ സംഘടനാ തലത്തിലുള്ള സംവിധാനങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. നേതാക്കന്മാരായി ഉള്ളവർ ഈ പരസ്യ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള വിമർശനങ്ങളെ അച്ചടക്ക ലംഘനമായിട്ട് കണക്കാക്കേണ്ടി വരും എന്നുള്ളതാണ് ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാട്. ഇത് വ്യക്തമാക്കിക്കൊണ്ടാണ് സംഘടനാ പ്രവർത്തനത്തിന് കൂടുതൽ ശ്രദ്ധ നൽകാനായിട്ട് സംസ്ഥാന നേതാക്കന്മാരോട്, പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ചില പരാതികൾ രേഖാമൂലം ഒരു പരാതിയും ദേശീയ നേതൃത്വത്തിന് ലഭിച്ചിട്ടില്ല. മറിച്ച് വാക്കാൽ ഉന്നയിച്ച പരാതികൾക്ക് മറുപടി എന്ന വിധത്തിൽ സംസ്ഥാനത്തിന് ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ തന്നെ ഈ വിധത്തിൽ ഉള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കരുത് എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാടാണ് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനു മുൻപായി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഇവ ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്ന നിലപാടാണ് ബി.ജെ.പി. ദേശീയ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. അതിനർത്ഥം കെ സുരേന്ദ്രൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരും. ബി.ജെ.പി. അവരുടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലേക്ക് കടക്കും. സംഘടനാ തലത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള പരാതികൾ പരിശോധിച്ച് കേന്ദ്ര നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന ചില നിർദ്ദേശങ്ങൾ വരും ദിവസങ്ങളിൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. സുജയ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പലരും പരസ്യ പ്രതികരണങ്ങൾ, സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ അതൊക്കെ ഇട്ടിരുന്നു. ഇനി അതൊന്നും വേണ്ട എന്ന ഒരു തീരുമാനം അവരെയൊക്കെ വ്യക്തിപരമായി തന്നെ ദേശീയ നേതൃത്വം അറിയിച്ചു എന്നാണോ കിട്ടുന്ന വിവരങ്ങൾ? ആർക്കെ സുജയ, നമ്മൾ ഈ ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വത്തിലുള്ള ചിലരുമായിട്ട് ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നത് ഇത്തവണ ഉണ്ടായിരിക്കുന്ന പ്രതികരണങ്ങൾ, ആ പ്രതികരണത്തിൽ ചില അസ്വാഭാവികതകൾ ഉണ്ട്. അതിൽ RSS നേതൃത്വത്തെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് RSSന്റെ കൂടി നിലപാടാണ് എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ശ്രമം പോലും ഉണ്ടായി. ഈ വിധത്തിലുള്ള ഒരു നിലപാടും RSS നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ബി.ജെ.പി. നേതൃത്വത്തെ അറിയിച്ചിട്ടില്ല. ബി.ജെ.പി. നേതൃത്വത്തെ RSS നേതൃത്വം ഇതുവരെ അറിയിച്ചിരിക്കുന്ന സന്ദേശം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യമിട്ടുള്ള സംഘടനാ ക്രമീകരണങ്ങൾ വേഗത്തിൽ ആരംഭിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം മാത്രമാണ് ഈ RSS നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിധത്തിലുള്ള നിലപാട് വ്യക്തമാക്കലും മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണവും അത് അപക്വമായിട്ടുള്ള സംഘടനാ രീതിയാണ്. അത് അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സംസ്ഥാന പ്രസിഡന്റ് രാജിവെച്ചു എന്ന വിധത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രചരണം പോലും, അതിന് പിന്നിലും ചില ബി.ജെ.പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചില വ്യക്തികൾ ഉണ്ട് എന്ന നിരീക്ഷണവും ദേശീയ നേതൃത്വത്തിനുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ള സാഹചര്യത്തിൽ കടുത്ത അച്ചടക്ക നടപടികളിലേക്ക് പോകുന്നതിന് പകരം ഒരു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഒരു നിർദ്ദേശം നൽകി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നൊരു നിലപാട് സംസ്ഥാന നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരോട് അടക്കം ദേശീയ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. സുജയ, ആർ രാധാകൃഷ്ണനാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കെ സുരേന്ദ്രൻ മാറേണ്ട സാഹചര്യമില്ല എന്ന് ബി.ജെ.പി. ദേശീയ നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നു. പരസ്യ പ്രതികരണങ്ങൾ വേണ്ട എന്ന നിർദ്ദേശവും ഇപ്പോൾ പ്രതികരിച്ച ആളുകൾക്ക് നൽകിയിരിക്കുകയാണ്.